ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 07 ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെയാണ്, ഫ്രീ ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ EGR ഒക്കെ കാർബൺ അടിഞ്ഞ് ബ്ലോക്ക് ആയി പോയിട്ട് വണ്ടിക്ക് പുള്ളിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ആസ്പെയറിലാണ്, പക്ഷേ നമ്മൾ TUVയിലാണ് ഈ ഒരു പ്രശ്നം കണ്ടത്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി രാവിലെ എടുക്കുമ്പോൾ കുഴപ്പമില്ല, കുറച്ചൊരു 5-6 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ പുള്ളിങ് കുറയും. പിന്നെ RPM കയറുന്നില്ല, വണ്ടി പ്രോപ്പറായിട്ട് നീങ്ങുന്നില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ലാസ്റ്റ് അതിൻ്റെ ഡയഗ്നോസിസിലേക്ക് എത്തിയാണെന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാനതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടിയുടെ ഈ പ്രശ്നം കാരണം എന്ന് വെച്ചാൽ കാർബൺ ഡെപ്പോസിറ്റ് വന്നിട്ടാണെന്നാണ്. ബട്ട് അപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഇത്രയൊക്കെ ഒരു ഇതായിട്ട് താഴ്ന്ന് പോവുക, RPM കയറാത്തൊരവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളത്, ഈ കാർബൺ ഡെപ്പോസിറ്റ് വന്നിട്ട് അല്ലെങ്കിൽ EGR അടഞ്ഞിട്ടൊക്കെ അങ്ങനെ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം നന്നായിട്ട് എന്നിട്ട് വലിപ്പിച്ചു. പറക്കുന്ന ഈ സിനിമയിൽ പറയുന്ന പോലെ കലൂരൊക്കെ നല്ല വമ്പൻ ബ്ലോക്ക് ഉണ്ടാക്കിയിരുന്നു. ഫ്രണ്ടിൽ പോയി വണ്ടി കിടക്കും, സിഗ്നലാകുമ്പോൾ വണ്ടി നീങ്ങില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ഹസാർഡ് ലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കണമെന്നുള്ളത് പലർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഹസാർഡ് ലൈറ്റ് ഇട്ട് എന്നെ അവിടെ തെറിവിളിയായിരുന്നു. അതിട്ടിട്ട് എടുത്തുകൊണ്ട് പോടാ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും നമ്മുടെ നാട്ടുകാർക്ക് എന്താ പറയുക, ഒരു അൺഫോർച്ചുനേറ്റ്ലി അത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതൊരു 3-4 ദിവസമായിട്ട് തുടങ്ങിയ ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ പുള്ളി പറഞ്ഞത് ഇന്റർകൂളറും ടർബോ ആയിട്ടുള്ള ഒരു ഹോസ് ഉണ്ട്, അത് ലീക്ക് ആയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അത് ടൈറ്റ് ചെയ്ത് വെച്ച് തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. പിന്നെയും പിറ്റേ ദിവസം ഇത് തന്നെ പ്രോബ്ലം വന്നു, വലിയുന്നില്ല വണ്ടി, അങ്ങനെ പ്രശ്നമായി. 2 ദിവസം ഞാൻ കൊണ്ടിടുന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ തന്നെ ഒന്ന് ജസ്റ്റ് അഴിച്ചു നോക്കിയപ്പോഴത്തേക്കും EGR അല്ല, അതിനുള്ളിലൊക്കെ നമ്മൾ ഈ വാൽവിൻ്റെ ഇത് അഴിക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് നിറച്ച് കരി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെ കൂടിയുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുള്ളിനോട് പറഞ്ഞു, ഞാനിങ്ങനെ അഴിച്ചു. അപ്പോൾ ഇത് കണ്ടായിരുന്നു, ഇതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ആയിരിക്കും, ഇനി വരെ ടർബോൻ്റെ പ്രശ്നമാണോ അതൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ടർബോ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുള്ളി ഇത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് കാർബൺ ഡെപ്പോസിറ്റ് അടിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും, അതിൻ്റെ പ്രശ്നമാണ്, ബ്ലോക്ക് ആയിട്ടാണ്, അത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. ബട്ട് പുള്ളിയിടയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്തോളൂ. സ്കാൻ ചെയ്തപ്പോൾ കണ്ടത് ഫ്ലൈ വീലിൻ്റെ പ്രോബ്ലമാണ്, ഫ്ലൈ വീൽ ഫെയിലിയർ എന്നാണ് കണ്ടത്. അപ്പോൾ ഫ്ലൈ വീൽ അങ്ങനെ പെട്ടെന്ന് ഫെയിൽ ആവുന്ന സാധനമൊന്നും അല്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ മാർക്ക് കിട്ടും. 10-25,000 രൂപ അതിന് വരും, 10-30,000 രൂപയൊക്കെ ലേബർ അടക്കം വരുന്നുണ്ട്. അപ്പം അതിൽ മാർക്ക് കിട്ടും എന്നുള്ളത് ഞാൻ സമാധാനിച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഫ്ലൈ വീലാണെങ്കിൽ കമ്പനി കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പനി കൊണ്ടു കൊടുത്തു. അവിടെ ചെന്ന് അവർ സ്വിച്ച് മാറ്റി നോക്കി, അതുപോലെ EGRൻ്റെ പ്രശ്നമാണോ നോക്കി, ടർബോ ആണോ നോക്കി, ഇതൊന്നുമല്ല. പിന്നെ അവർ എന്തൊക്കെയോ ചെയ്ത് നോക്കി. ലാസ്റ്റ് ഒരു കൺക്ലൂഷനിൽ എത്തിയത് വാക്യൂം മോഡുലേറ്റർ കംപ്ലൈൻറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. വാക്യൂം മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പാർട്ട് വരുന്നത്. ഇതിൻ്റെ പ്രോപ്പർ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് സയൻറ്റിഫിക്കലി പറയാൻ എനിക്കറിയില്ല. എന്നാലും ഞാൻ നമ്മളെ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനിൽ നിന്നുള്ള പ്രഷറും അതുപോലെ തന്നെ എഞ്ചിൻ ലോഡിനെയൊക്കെ സെൻസ് ചെയ്തിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും, അതായത് ഓട്ടോമാറ്റിക് കാർസിനാണെന്നാണ് കൂടുതലും കണ്ടേക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള മാനുവലാണ്. മാനുവലി ഇതിൻ്റെ റോൾ എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. എന്നാലും ഏകദേശം പിടികിട്ടിയെന്ന് വെച്ചാൽ വണ്ടിയുടെ ഒരു വാക്യൂം പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വണ്ടിയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ ECM ആയിട്ട് ബന്ധപ്പെടുത്തി വണ്ടി കുറച്ചുകൂടെ സ്മൂത്ത് റണ്ണിലേക്ക് എത്തിക്കാനുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തൊരു പാർട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ചിലപ്പോൾ കറക്റ്റ് ആണെന്നില്ല, ഏകദേശം കറക്റ്റ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് 2 2 വാക്യൂം മോഡുലേറ്ററാണ് ഇതിൽ വരുന്നത്. ഇത് EGR ആയിട്ട് കണക്ഷനുള്ള ഒരു സംഭവമാണ്. അങ്ങനെ അവർ പറഞ്ഞു ഇതിൻ്റെ പ്രശ്നമാണ് സാർ, ഒന്ന് ഞങ്ങൾ മാറ്റി വെച്ച് നോക്കാം, സാർ ഒന്ന് ഓടിച്ചിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ മാറ്റി വെച്ചു. ഞാൻ ചെന്ന് വണ്ടി എടുത്തപ്പോഴത്തേക്കും വണ്ടി നല്ല സ്മൂത്തായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ അന്ന് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു 10-60 കിലോമീറ്റർ ഓടിച്ചു, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനെ അപ്പം നമുക്ക് ഏകദേശം ഉറപ്പായി ഇത് തന്നെയാണ് കാര്യം എന്നുള്ളത്. മഹീന്ദ്ര വണ്ടികൾ യൂസ് ചെയ്യുന്ന, അതായത് TUV, സ്കോർപിയോ അങ്ങനെയുള്ള വണ്ടികൾ യൂസ് ചെയ്യുന്നവർക്ക് പലർക്കും ഈ പ്രശ്നം വരാറുണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. അധികമൊന്നുമില്ല, റെയറാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മാറ്റി വെച്ചപ്പോൾ ഈ പ്രശ്നം സോൾവ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പുള്ളിങ് കുറവ് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ടർബോ പ്രശ്നമാണെന്ന് വിചാരിക്കാം. ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് കാർബൺ ഡെപ്പോസിറ്റ് ബ്ലോക്ക് കൊണ്ടായിരിക്കും എന്നുള്ളതാണ് കൂടുതലും ആളുകൾ ചിന്തിക്കുക. അങ്ങനെ ആ റൂട്ടിലേക്ക് നമ്മൾ ചിന്ത പോകുള്ളൂ. പിന്നെ ടർബോയിലേക്ക് വരും, EGR പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിൽറ്ററിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിക്കും. ഈ ഫിൽറ്ററൊക്കെ എല്ലാം ഞാൻ അഴിച്ചു നോക്കിയത്, കാരണം പുതിയ ഫിൽറ്ററാണത്. അപ്പോൾ അതിലൊന്നും പ്രശ്നം വരില്ല. അപ്പം നമ്മളൊരു ഡയഗ്നോസിസിൽ കുറച്ച് സമയം എടുക്കും. അതിന് ഏറ്റവും നല്ലത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുക്കുന്നതാണ്. അവർക്കാകുമ്പോൾ ഇത് ഡീൽ ചെയ്തിട്ട് നല്ല പരിചയം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ സ്കാൻ ചെയ്യണത് കറക്റ്റാണ്. സ്കാൻ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈ വീല് പ്രശ്നം എന്നാണ് സ്കാൻ ചെയ്ത് പോകുന്നത്. ഫ്ലൈ വീല് പ്രശ്നമാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് 10-30,000 പൊട്ടും. ഒന്നാമത്തെ കാര്യം, വാറണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു സമാധാനത്തിലിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മളുടെ മനുഷ്യന് വരുന്ന രോഗം പോലെ തന്നെയാണ്, കാണിക്കുന്ന സിംറ്റംസ് സെയിം ആയിരിക്കും, പക്ഷേ കോസ് അതായിരിക്കില്ല. റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തി വരുമ്പോഴത്തേക്കും വേറെ പലതും ആയിരിക്കും ഉണ്ടാവാം. അപ്പോൾ ഇതിനെ കോസ്റ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 2,550 അങ്ങനെ എന്തോ ആണ് കോസ്റ്റ് വന്നത്. ടോട്ടൽ ഇതും ഇവരുടെ സ്കാനിങ്ങും എല്ലാം കൂടെ ലേബർ കോസ്റ്റ് എല്ലാം കൂടെ
250 രൂപയാണ് എനിക്ക് ചിലവായത്. അപ്പോൾ പുള്ളിങ് കുറവ് വരുന്നത് EGR ബ്ലോക്കോ അല്ലെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ കംപ്ലൈൻറ്റോ ടർബോയുടെ പ്രശ്നമോ കാര്യങ്ങളൊന്നും കൊണ്ട് മാത്രമല്ല, ഇതുപോലുള്ള കോമ്പോണൻസ് ഉള്ള വണ്ടികളിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഹീന്ദ്ര വണ്ടികൾ യൂസ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് വണ്ടി എടുക്കുമ്പോൾ രാവിലെ എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും പുള്ളിങ് കുറയും. പിന്നെ നമ്മൾ ഗിയർ ഇട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ RPM കയറില്ല, ഒരു 1000 താഴേക്ക് ഇങ്ങനെ നിൽക്കും. ഈവൻ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലും കയറാത്തൊരു അവസ്ഥയിലൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാക്യൂം മോഡുലേറ്റർ കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഒരിക്കലും ഒരു ഇപ്പോൾ EGR അടഞ്ഞ അല്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് കൊണ്ട് എയർ ഫ്ലോ പ്രോപ്പർ ആവാത്ത കൊണ്ട് വന്നാലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വരില്ല, ഇത്രയൊന്നും പ്രശ്നം വരില്ല. അപ്പോൾ ഇത്രയും ഭയങ്കര വലിയ രീതിയിലാണ് അതെനിക്ക് വന്നത്. പക്ഷേ സംഗതി ഞാൻ പേടിച്ചെങ്കിലും 16,000 രൂപയിൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ മഹീന്ദ്ര വണ്ടികൾ യൂസ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഇതുപോലുള്ള വിഷയങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വെറുതെ ചുമ്മാ ഫ്ലൈ വീൽ സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും അത് രണ്ടാമത്തെ കാര്യമാണ്, സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നില്ല. അതിൽ ചിലപ്പോൾ കാണിക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും സ്കാൻ റിപ്പോർട്ട് മാത്രം കണ്ടിട്ട് വണ്ടി കൊണ്ടുപോയിട്ട് പണിയാൻ കൊടുക്കരുത്. ചിലപ്പോൾ കയ്യിലില്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തേനെ, ഈവൺ വാറണ്ടി ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ EGR കംപ്ലൈൻറ്റ് ആണ് അല്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടുന്നത് തെറ്റായിരുന്നു. അതിൻ്റെ കുറച്ച് പുള്ളിങ് കുറവുണ്ടില്ല എന്നല്ല, ബട്ട് ഇപ്പോൾ പ്രശ്നം വന്നത് ഈ ഒരു വാക്യൂം മോഡുലേറ്ററിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ വണ്ടിക്ക് ഇനിയും പണി കിട്ടുകയാണെങ്കിൽ ഇതുപോലുള്ള ടിപ്സുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ചാനൽ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വണ്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്താനായിട്ട്, യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് എത്താനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമേറ്റ് 07 ചാനൽ. താങ്ക് യു സോ മച്ച്.